ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് കലാമണ്ഡലത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി കലാമണ്ഡലത്തിൽ നിന്നും വിരമിച്ച അധ്യാപകരുടെ സംഘടനയായ ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരത്തിന് കളമൊരുങ്ങുന്നത്. 2007 മുതലുള്ള ശമ്പള കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണം മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം. കേരള കലാമണ്ഡലം UGC അംഗീകരിച്ചുവെങ്കിലും മുൻപുള്ള അധ്യാപകർക്ക് ഇതിന്റെ ഒരു തരത്തിലുള്ള പ്രയോജനങ്ങളും ലഭിക്കുന്നില്ലെന്നും സംസ്ഥാന സർക്കാരിലെ ക്ലാസ് 4 ജീവനക്കാരന് ലഭിക്കുന്ന പെൻഷൻ പോലും കലാവിഭാഗം മേധാവിമാരായി വിരമിച്ച അധ്യാപകർക്ക് ലഭിക്കുന്നില്ലെന്നും അധ്യാപകർ പറയുന്നു. അനിശ്ചിതകാല സമരത്തിന്റെ മുന്നോടിയായി കഥകളി കേളിക്കൊട്ട് നടത്തുമെന്നും അധ്യാപകർ അറിയിച്ചു. 2007 യൂണിവേഴ്സിറ്റി ആക്കിയിട്ട് 2011 29/2011 ഉത്തരവ് പ്രകാരം 5ാം കമ്മീഷൻ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2016 ജനുവരി മുതൽ 2025 ഡിസംബർ വരെയുള്ള ആ ശമ്പള സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കേണ്ടി വന്ന ഹതഭാഗ്യരാണ് ഈ പെൻഷൻ പറ്റിയ ഓരോരുത്തരും. അതുമൂലം ഞങ്ങൾക്ക് സംഭവിച്ചത് എന്ന് പറയുന്നത് നിസ്സാരമായ പെൻഷനാണ്. DCRGയും കമ്മ്യൂട്ടേഷനും മേടിച്ച് സർവീസിൽ നിന്ന് പിരിയേണ്ടി വന്നു. ഫെബ്രുവരി 24 മുതൽ അനിശ്ചിതകാല സമരം. ആ അനിശ്ചിതകാല സമരത്തിൻ്റെ കേളികൊട്ടാണ് ഞങ്ങൾ ഈ 21 തീയതി കലാമണ്ഡലം പടിക്കൽ അരങ്ങേറുന്നത്. ഫെബ്രുവരി 24 മുതൽ നവവാദി സമന്വയം ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സമരപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് അനിശ്ചിതകാല സമരം തുടങ്ങാനാണ് ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി കലാമണ്ഡലം വൈസ് ചാൻസലർക്കും മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നിവർക്കും നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ.